ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബതി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ ബാബു ആദാബി ഖളാഇൽ ഹാജാത്ത് പിന്നെ ഖളാഉൽ ഹാജ എന്ന അധ്യായത്തിൽ 2 ഹദീസുകൾ ബാക്കിയുണ്ട്. പിന്നെ ഇനി നമുക്ക് ബാബുൽ ഗുസ്ൽ വ ഹുക്മുൽ ജുനുബ് അതാണ് പിന്നെ തുടങ്ങാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ 2 ഹദീസുകൾ, ഒന്ന് വഅൻ ഈസ ബിൻ യസ്ദാദ് ഔ അസ്ദാദ് അൻ അബീഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബാല അഹദുകും ഫൽയൻതുർ ذكره 3 مرات رواه ابن ماجه بسند ضعيف. إذا بال أحدكم فلينتر ذكره 3 مرات. വൻ ഈസ ബിൻ യസ്ദാദ്, ഈസ ബിൻ യസ്ദാദിൽ നിന്ന് നിവേദനം. ഈസ ഇബ്നു യസ്ദാദ്, ഈ യസ്ദാദ് ഔ അസ്ദാദ്, അദ്ദേഹത്തിൻ്റെ പേര് യസ്ദാദ് ആണോ അതല്ല അസ്ദാദ് ആണോ, 2 ഉച്ചാരണമുണ്ട്, 2 രീതിയിലുണ്ട്. യസ്ദാദ് എന്നും അസ്ദാദ് എന്നും ഉച്ചാരണമുണ്ട്. അൻ അബീഹി, ഈസ ഇബ്നു യസ്ദാദ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം. ഇവിടെ എഴുതിയതിൽ എന്തെങ്കിലും ഖിലാഫ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തണേ. അൻ അബീഹി, തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം. ഈസ ഇബ്നു യസ്ദാദ് അല്ലെങ്കിൽ ഈസ ഇബ്നു അസ്ദാദ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം. അപ്പോൾ ഈസ ഇബ്നു യസ്ദാദ് തൻ്റെ പിതാവിൽ നിന്ന് പറയുമ്പോൾ ആരാ ഈ പിതാവ്? ആരായിരിക്കും പിതാവ്? യസ്ദാദ്. അതായത് യസ്ദാദിൻ്റെ മകൻ ഈസയാണ്. ഈസയാണ് ഇപ്പോൾ ഇത് വിവാദനം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പിതാവ് ആരാണ്? യസ്ദാദാണ്. അതാണ് അൻ അബീഹി, തൻ്റെ പിതാവ് യസ്ദാദിൽ നിന്ന് അല്ലെങ്കിൽ അസ്ദാദിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അദ്ദേഹം പറഞ്ഞു, ഈ പിതാവ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാല എന്ന് പറഞ്ഞാൽ മൂത്രിച്ചാൽ, ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മൂത്രിച്ചാൽ, ഫലിയൻതുർ ദക്കറഹു, അവൻ്റെ ദക്കറിനെ, ലിംഗത്തെ നത്തർ ചെയ്യട്ടെ. നത്തർ 3 മർറാത്ത്, 3 തവണ അവൻ്റെ ലിംഗത്തെ നത്തർ എന്ന് പറഞ്ഞാൽ പിന്നെ നത്തർ എന്ന് പറഞ്ഞാൽ അൽ ജദ്ബ് ബി ഖുവ്വ എന്നാണ്, ശക്തിയിൽ വലിക്കുക എന്നാണ് ഇമാം ഇബ്നുൽ അസീർ പറഞ്ഞ അതിൻ്റെ നിർവചനം. ശക്തിയിൽ വലിക്കുക. ഫൽയൻതുർ ദക്കറഹു 3 മർറാത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, നത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൂത്രത്തിൻ്റെ ശേഷിപ്പ് ലിംഗത്തിൽ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ പിന്നെ കുരച്ചോ കാറിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെള്ളിക്കുക, അതിന് നത്തർ എന്ന് പറയും. ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു ബലം പിടിക്കുമ്പോൾ പുറത്തേക്ക് വിസർജിക്കും, അതിന് നത്തർ എന്ന് പറയും. ഭാഷാ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ പറഞ്ഞത് ഇങ്ങനെ പിടിച്ചു വലിക്കുക എന്നുള്ളതാണ്. ചിലർ പറഞ്ഞാൽ അങ്ങനെയല്ല, ശബ്ദം കൊണ്ടോ മറ്റോ ഉള്ളിൽ നിന്ന് ഒരു ബലം പ്രയോഗിച്ചിട്ട് ഇത് തെറിപ്പിക്കുക, അതിനാണ് ഫലിയൻതുർ. ഇത് എൻതുർ എന്നുള്ളത് കൽപ്പനക്രിയയാണ്. അവൻ അങ്ങനെ നത്തർ ചെയ്യട്ടെ. ദക്കറഹു, തൻ്റെ ലിംഗത്തെ 3 മർറാത്ത്. റവാഹു ഇബ്നു മാജത്ത ബിസനദിൻ ദഈഫ്. റവാഹു ഇബ്നു മാജ, ഈ ഹദീസ് ഇബ്നു മാജയാണ് റിവായത്ത് ചെയ്തത്, പക്ഷേ ബിസനദിൻ ദഈഫ്, ഹദീസ് ദഈഫാണ്, ദുർബലാണ്. അപ്പോൾ പിന്നെ ഈ ഹദീസിനെ കുറിച്ച് കുറേ സംസാരമുണ്ട്. ഒന്ന് ഈസ ബിൻ യസ്ദാദ്, ഈ ഈസ ബിൻ യസ്ദാദ് തൻ്റെ പിതാവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യസ്ദാദ് അല്ലെങ്കിൽ അസ്ദാദ് ഇബ്നു ഫുസാ അൽ യമാനിയാണ്. അസ്ദാദ് അല്ലെങ്കിൽ യസ്ദാദ് ഇബ്നു ഫുസാ അൽ യമാനിയാണ് വാപ്പ. യസ്ദാദ് ഇബ്നു ഫുസാ അൽ യമാനി, അദ്ദേഹം പിന്നെ ബുജൈർ ഇബ്നു റൈസാൻ അൽ ഹിമ്യരി എന്ന ആളുടെ മൗലയാണ്, അടിമയാണ്. ബുജൈർ ഇബ്നു റൈസാൻ എന്ന വ്യക്തിയുടെ മൗലയാണ് ഈ യസ്ദാദ് ഇബ്നു ഫുസാ അൽ യമാനി. അയാളുടെ മകനാണ് ഈസ ബിൻ യസ്ദാദ്. ഇത് രണ്ടും ദുർബലരാണ്.
രണ്ടും. ഈ ഇബ്നു മാജ ബിസനദി ദഈഫായ സനദിൽ ഇത് റിപ്പോർട്ട് ചെയ്തെന്ന് ഇബ്നു ഹജറ പറയുന്നത്. ഇതിൻ്റെ ദുർബലതൻ്റെ കാരണം ഇവരാണ്, ഈ ഈസ ഇബ്നു യസ്ദാദും വാപ്പിയാണ്. കാരണം അവർ രണ്ടാളും മജ്ഹൂലുൽ ഹാലാണ്, ആരാണ് എന്നറിയപ്പെടാത്തവരാണ്, മജ്ഹൂലാണ്. അപ്പോൾ ഈ രണ്ട് റാവിമാരും മജ്ഹൂലായത് കാരണത്താൽ ഈ ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവിന് പറ്റൂല. ഇമാം നവവി ഈ ഈസ ഇബ്നു യസ്ദാദ് ദുർബലനാണ് എന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട് എന്നാണ്. ഇബ്നു മഈൻ ഒക്കെ ഇത് ദുർബലമാണ് എന്ന പക്ഷക്കാരാണ്. ഈ ഹദീസ് ദുർബലാണ്, തീർത്തും ദുർബലാണ്. അല്ല, ഇബ്നു മാജ സുനനിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ജാമിഉ സുനനിൽ ഹദീസ് ക്രോഡീകരിച്ചു. പിന്നീട് വരുന്ന പണ്ഡിതന്മാരാണ് റാവിമാരെ കുറിച്ച് പഠനം നടത്തുക, അവരാണ് വിധിക്കുക. ഇപ്പോൾ ഇമാം നവവി, ഇബ്നു ഹജർ, അതേപോലെ തന്നെ അബൂ ഹാത്തിം, ഇങ്ങനെയുള്ള യഹ്യ ഇബ്നു മഈൻ, ബുഖാരി, നസായി, ഇങ്ങനെയുള്ള തുർമുദി പോലുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യുക, വിധിക്കുക. തൈ അപ്പോൾ ഈ ഹദീസിൽ ദുർബലമായതുകൊണ്ട് കൂടുതൽ ഇത് വേണ്ടതില്ല. പക്ഷെ ഇവിടെ ഒരു മസാല, മൂത്രിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെത്തർ നടത്തുക എന്നുണ്ടെങ്കിൽ ചിലർ പറഞ്ഞിങ്ങനെ 3 പ്രാവശ്യം പിടിച്ച് വലിക്കുക എന്നാണ്. പക്ഷേ അതല്ല, അകത്തുനിന്നൊരു ബലം പ്രയോഗിച്ചിട്ട് മൂത്ര വിസർജ്യത്തെ പുറത്തേക്ക് തള്ള, ആ പ്രവൃത്തി ഉണ്ടോ? ഹദീസ് ദുർബലമായതുകൊണ്ട് അങ്ങനെയല്ല. ചില പണ്ഡിതന്മാർ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ ഈ നെത്തർ എന്ന് പറഞ്ഞാൽ ഇത് വിദഅത്താണ്, സുന്നത്തല്ല. കാരണം ഈ ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃത്രിമം കാണിക്കേണ്ട കാര്യമല്ല. ശരിയാണ്, മൂത്രം വെടുപ്പാക്കണം, മൂത്രം നമ്മൾ ശേഷിപ്പിക്കാൻ പാടുള്ളതല്ല. ഒരാൾ മൂത്രിച്ച് പൂർണ്ണമായിട്ട് ഒഴിവാകാതെ എഴുന്നേറ്റ് പോകാൻ പാടുള്ളതല്ല. മൂത്രിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കഴുകണം. അതൊക്കെ റസൂലുള്ള പറഞ്ഞാണ്. അതില്ല എങ്കിൽ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യേണ്ടതിൽ ആളുകൾ തീവ്രമാകാൻ പാടുള്ളതല്ല. നെത്തർ ഒരുതരം തീവ്രതയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി ഒരുതരം തീവ്രതയാണ്. അതുകൊണ്ടാണ് അത് ബിദഅത്താണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് പിടിച്ചിട്ട് 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ നടക്കും, അതൊക്കെ തീവ്രതയാണ്. അതേപോലെ തന്നെ ചിലർ അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ തീവ്രതയാണ്, അതിൻ്റെ ആവശ്യമില്ല. മൂത്രവിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകണം. മൂത്രവിസർജനം പിന്നീട് തെറിച്ച് വീഴാത്ത രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. അതൊക്കെ ശരിയാണ്. പക്ഷേ നെത്തർ എന്നുള്ളത് അത് ദീനിൽ പാടില്ലാത്ത തീവ്രതയാണ് എന്നാണ് പല പണ്ഡിതന്മാരുടെയും പക്ഷം. അതാണ് ശരി. ഹദീസ് ഈ വിഷയത്തിൽ ദുർബലാണ്. അപ്പോൾ വഅൻ ഈസ ഇബ്നു യസ്ദാദ് ഔ അസ്ദാദ് അൻ അബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബാല അഹദുകും ഫൽയൻതുർ ദക്കറഹു 3 മർറാത്ത് റവാഹു ഇബ്നു മാജത ബിസനദിൻ ദഈഫ്. ഇനി 2 വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅല അഹ്ല ഖുബാ أهل قباء فقال إن الله يثني عليكم فقالوا إنا نتبع الحجارة الماء رواه البزار بسند ضعيف وأصله في أبي داود وصححه ابن خزيمة من حديث أبي هريرة بدون ذكر الحجارة وأصله في أبي داود والترمذي ഉണ്ടല്ലേ? ശരിക്കും അസൽ അബൂദാവൂദിലും തുർമുദിലും മാത്രമല്ല, അത് ഇമാം ബുഖാരിൻ്റെ സഹീൽ വരെയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഖലിയത്ത് നമുക്ക് അവിടെ ഒത്തുറുമതി. അപ്പോൾ ഇവിടെ എന്താ, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. അവിടെ റളിയല്ലാഹു അൻഹുമാ എന്നാണ്. എന്താ, 2 പേരുണ്ട്. ആരൊക്കെയാണ് 2 പേര്? ഒന്ന് അബ്ബാസാണ്, മറ്റൊന്ന് അബ്ദുള്ളയാണ്. വാപ്പിയും മകനും ഉണ്ട്. വാപ്പിയും മകനും സഹാബിയാണ്, അബ്ദുള്ള ഇബ്നു അബ്ബാസ്. അതാണ് റളിയല്ലാഹു അൻഹുമാ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅല അഹ്ല ഖുബ നിവാസികളോട് ചോദിച്ചു. സഅല ചോദിച്ചു, അഹ്ല ഖുബ നിവാസികളോട്. ഫഖാൽ, എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞത്? തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസ്നി അലൈക്കും
നിങ്ങളെ പ്രശംസിക്കുന്നു, നിങ്ങളെ പുകഴ്ത്തുന്നു. നിങ്ങളെ പുകഴ്ത്തുന്നു. സനാ ഉണ്ടല്ലോ, സനാ പറഞ്ഞാൽ എന്താ? പുകഴ്ത്തുന്നതാണ്. നന്മ കൊണ്ടും പുകഴ്ത്തും, തിന്മ കൊണ്ടും പുകഴ്ത്തും, ഖൈറുകൊണ്ടും പുകഴ്ത്തും, ഷെറുകൊണ്ടും പുകഴ്ത്തും. ഷെറുകൊണ്ട് പുകഴ്ത്ത് അതെന്താണ്? ഇകഴ്ത്തലാണ് ശരിക്ക്. ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വജബത്ത്. മറ്റൊരു ജനാസ ഉണ്ടായപ്പോൾ റസൂൽ പറഞ്ഞു വജബത്ത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട് ചോദിച്ചു, എന്തിനാ ഞങ്ങൾ അങ്ങനെ 2 പ്രാവശ്യം വജബത്ത് എന്ന് പറഞ്ഞത്? അപ്പോൾ തിരുനബി പറയാണ്, നിങ്ങൾ ആദ്യത്തെ ജനാസ പോയപ്പോൾ നിങ്ങൾ അസ്നൈത്തും അലൈഹി ബിൽ ഖൈർ, ഖൈർ കൊണ്ട് നിങ്ങൾ ആ ജനാസയെ പുകഴ്ത്തി. അതുകൊണ്ട് തന്നെ വജബത്ത് ലഹുൽ ജന്ന, അതിന് സ്വർഗം അനിവാര്യമായി. അടുത്ത ജനാസ ഉണ്ടായപ്പോൾ അസ്നൈത്തും അലൈഹി ബിശ്ശർ, ഷെറ് കൊണ്ടാണ് നിങ്ങൾ സനാഹ് നടത്തിയത്. മോശം പണി തീർന്ന് വടിയായത് നന്നായി എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയൽ. അപ്പോൾ അത് കാരണത്താൽ അതിനാൽ അത് വജബത്ത് ലഹുന്നാർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല, നരകം അനിവാര്യമായി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഷെറ് കൊണ്ടും എന്താ നടത്തിയത്? സനാ ആണ് നടത്തിയത്. ഖൈർ കൊണ്ടും സനാ നടത്തിയത്. ഇവിടെ ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ സനാഹ് നടത്തുന്നു പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ? ഖൈർ കൊണ്ട് സനാഹ് നടത്തുന്നതാണ്. ആരെ സനാഹ് നടത്തിയത്? അഹ്ല ഖുബ, ഖുബ നിവാസികളെ. ഫഖാലു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബ നിവാസികളോട് ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ നന്മയിൽ പരാമർശിച്ചിരിക്കുന്നു, പ്രശംസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഖാലു, ഖുബ നിവാസികൾ ചോദിച്ചു, അവർ പ്രതികരിച്ചു. ഫഖാലു, അവർ പ്രതികരിച്ചു, ഇന്ന നുത്ബിഉൽ ഹിജാറത്തൽ മാ, ഇന്ന ഞങ്ങൾ നുത്ബിഉൽ ഹിജാറത്ത, ഹിജാറത്തിനെ തുടർത്തുന്നു, അൽമ വെള്ളം കൊണ്ട്. ഫഖാലു, ഖുബ നിവാസികൾ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ നുത്ബിഉൽ ഹിജാറത്ത, കല്ലിനെ തുടർത്തുന്നു, അൽമ വെള്ളം കൊണ്ട്. കല്ലുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? നജസ് ശൗചം ചെയ്യും, വൃത്തിയാക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? വെള്ളം അതിനെ തുടർത്തുകയും ചെയ്യുന്നതാണ്. ആദ്യം കല്ലുകൊണ്ട്, പിന്നീട് വെള്ളം കൊണ്ട്. അതാണ് അവിടെ ഉദ്ദേശം. നുത്ബിഉ എന്നുള്ള ക്രിയക്ക് 2 മഫ്ഊൽ ഉണ്ടാവും. ഒരു മഫ്ഊൽ ഹിജാറത്ത്, രണ്ടാമത്തെ മഫ്ഊൽ മ. طيب رواه البزار بسند ضعيف. ഈ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്താണ്? ബസാർ റിപ്പോർട്ട് ചെയ്താണ്, ദഈഫായ സനദോടുകൂടി, ദുർബലമായ സനദോടുകൂടി. വഅസ്ലുഹു, ഈ ഹദീസിൻ്റെ അടിസ്ഥാനം ഫി അബി ദാവൂദ വ തുർമുദി, അബൂദാവൂദിൻ്റെയും തുർമുദിയുടെയും സനദിൽ സുനനുകളിലുണ്ട്. വലൈക്കും സലാം. അബൂദാവൂദിൻ്റെ സുനനിലുണ്ട്, തുർമുദിയുടെ സുനനിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം. വസഹഹു ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു ഈ ഹദീസിനെ. പക്ഷെ മിൻ ഹദീസ് അബി ഹുറൈറത്ത, അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിനെയാണ് എന്ത് ചെയ്ത് ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചത്. ബിദൂനി ദിക്റിൽ ഹിജാറ, ആ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച അബൂ ഹുറൈറയുടെ ഹദീസ് അതിലെന്തില്ല? ഹിജാറത്ത് എന്നുള്ള പരാമർശം ഇല്ല. ബിദൂനി ദിക്റിൽ ഹിജാറ, ഹിജാറത്തിനെ കുറിച്ചുള്ള പരാമർശമില്ലാത്ത അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിനെ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഒന്നുകൂടി വരാദ്യം മുതൽ. അപ്പം വാൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിവേദനം, അബ്ദുള്ള ഇബ്നു അബ്ബാസ് നമുക്ക് പലതവണ വന്നതാണ്. റളിയല്ലാഹു അൻഹുമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅല അഹ്ല ഖുബ, ഖുബ നിവാസികളോട് ചോദിച്ചു. ആരാ ഈ ഖുബ നിവാസികൾ? അവരെവിടെ ഉള്ളവരാ? മദീനയിലുള്ളവർ. അപ്പോൾ അവരാരായിരിക്കും? അൻസാരികളാണ്. അപ്പോൾ ഖുബ നിവാസികൾ അവർ അൻസാരികളാണ്. ഖുബ നിവാസികൾ അവരാണ് ബനു അംർ ഇബ്നു ഔഫ്, ബനു അംർ ഇബ്നു ഔഫ്. ഈ ബോർഡ് പിന്നെ ടൈറ്റ് ഇട്ടിട്ടാണ് മായക്കൽ, അതുകൊണ്ട് തന്നെ
പൗഡർ മാതിരിയാ. മഷിയൊക്കെ പെട്ടെന്ന് വറ്റും ചെയ്യും. ബനു അംർ ബിൻ ഔഫ് 2 കുടുംബക്കാരാണ് പിന്നെ കുബയുടെ ഭാഗത്ത് പാർത്തിരുന്നത് മദീനയിൽ. അൻസാരികളിൽപ്പെട്ട ഒരു ഗോത്രാണ് ആര്? ഉപഗോത്രാണ് ബനു അംർ ബിൻ ഔഫ്. പിന്നെ ഒന്ന് ബനു സാലിം ഇബ്നു ഔഫ്. ഈ എഴുതിയെന്ന് മനസ്സിലാക്കാൻ ഇവരാരാ? ഈ ബനു അംറും ബനു സാലിമും അൻസാരികളിൽപ്പെട്ടവരാണ്. ഇവരെന്താ? ഇവർ ഔഫിൻ്റെ മക്കളാണ്. മനസ്സിലല്ലേ? ബനു അംറും ബനു സാലിമും ഔഫിൻ്റെ മക്കളാണ്. അപ്പോൾ ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കളാണ്. ഇതിൽ കുബ പള്ളി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പാർത്തിയിരുന്നവരാണ് ആര്? ബനു അംർ. ബനു സാലിം അവിടുന്ന് കുറച്ച് തെറ്റിയിട്ട് ഇന്ന് മസ്ജിദുൽ ജുമുഅ അവിടെ കണ്ടിട്ടുണ്ട്. മസ്ജിദുൽ ജുമുഅ പിന്നെ മദീനത്ത് മസ്ജിദുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. അതായത് ഖുബയിൽ നിന്ന് നമ്മൾ മസ്ജിദുൽ നബവിയിലേക്ക് വരുമ്പോൾ പിന്നെ ഖുബ പള്ളിനോടടുത്ത് വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ജുമുഅ നിസ്കരിച്ച ഒരു പള്ളിയുണ്ട്. അതാണ് മസ്ജിദുൽ ജുമുഅ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നിട്ട് പാർത്തത് ഇവരുടെ കൂട്ടത്തിലാണ്, ബനു അംർ ബിൻ ഔഫിൻ്റെ കൂട്ടത്തിലാണ്. അവിടെ റസൂൽ നിന്ന് അവിടെ പള്ളി ഉണ്ടാക്കി അവിടെ നിസ്കരിച്ച് അങ്ങനെയാണ്. മനസ്സിലായി? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 14 ദിവസത്തോളം അവിടെ പാർത്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുമ്പോൾ അത് ഇവർക്ക് വലിയ ഫഖറായി ബനു അംറിന്. അപ്പോൾ ബനു സാലിമിൽ അതൊരു പ്രയാസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, വെള്ളിയാഴ്ച യാത്ര മസ്ജിദ് നബവിൻ്റെ മദീനത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ എന്ത് ചെയ്ത്, ബനു സാലിമിൻ്റെ അവരുടെ പിന്നെ കുടുംബത്തിൽ ഇറങ്ങിയിട്ട് അവിടെ ജുമുഅ നിസ്കരിച്ച് അങ്ങനെ ജുമുഅ നിസ്കരിച്ചെടുത്താണ് എന്തുള്ളത്? മസ്ജിദുൽ ജുമുഅ പള്ളിയുള്ളത്. അത് അവിടെ റസൂൽ നിസ്കരിച്ചതും അവിടെ തങ്ങിയതും ഇവരെ ആശ്വസിപ്പിക്കും. കാരണം ഇവർ ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കളാണ്. അപ്പോൾ ഒരു വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിൽ നിന്നിട്ടില്ലെങ്കിൽ അത് അവർക്കൊരു പ്രയാസമാവും എന്നുള്ളത് തീർക്കാനാണ് എന്ത് ചെയ്ത് റസൂൽ അങ്ങനെ ചെയ്ത്. ഏതായാലും അഹ്ലു ഖുബ എന്നിവിടെ പ്രയോഗിച്ചത് ആരെക്കുറിച്ചാണ്? ബനു അംർ ഇബ്നു ഔഫിനെ കുറിച്ചാണ്. അവരായിരുന്നു ഇവിടെ പാർത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ഖുബായിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ബനു അംർ ഇബ്നു ഔഫിനോട് ചോദിച്ചു. എന്താ റസൂലുള്ളാഹി ചോദിച്ചു പറഞ്ഞത്? ഫഖാൽ തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ ഇതാ പ്രശംസിച്ച് പറഞ്ഞിരിക്കുന്നു, പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്താ ഈ പുകഴ്ത്തി പറഞ്ഞത്? ആർക്കറിയാം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. സൂറത്ത് തൗബയിൽ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ അസ്തിവാരത്തിൽ പണിയപ്പെട്ട പള്ളിയാകുന്നു അഹഖു അൻ തഖൂമ ഫീഹ്, നിങ്ങൾ നമസ്കരിക്കുവാൻ ഏറ്റവും യോഗ്യമായ പള്ളി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ മസ്ജിദ് നബവി ഉണ്ട്, മസ്ജിദ് ഖുബി ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രാ പള്ളി ഉണ്ടായി. അതാണ് മസ്ജിദ് ദിറാർ. അത് കപട വിശ്വാസികളാണ് ആ പള്ളി ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ തബൂക്കിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴത്തേക്ക് മുസ്ലിമീങ്ങളുടെ ഐക്യം തകർത്തിട്ട് ഇവരെന്ത് ചെയ്ത് മസ്ജിദ് ദിറാർ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിനെ അങ്ങോട്ട് വിളിക്കുക, പള്ളി ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണ് ഈ ആയത്തിൽ മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ആദ്യ നാൾ മുതൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പണിത പള്ളിയാണ് അഹഖു അൻ തഖൂമ ഫീഹ്, നിങ്ങൾ നമസ്കരിക്കുവാൻ ഏറ്റവും യോഗ്യമായ പള്ളി. എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഖുബയിൽ നിസ്കരിച്ചാൽ മതി, എവിടേക്ക് പോകണ്ട? മസ്ജിദ് ദിറാറിലേക്ക് പോകേണ്ട എന്ന് നമ്മുടെ വിഷയം അതാണ്. ഫീഹി റിജാലുൻ, ഈ മസ്ജിദ് ഖുബയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധി പ്രാപിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത് ആരെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞാൽ ഇവരെ പ്രശംസയാണ്. ഫീഹി റിജാലുൻ, പള്ളിയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, യുഹിബ്ബൂന അൻ യതതഹറു, അവർ പരിശുദ്ധി പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു പ്രശംസിക്കുകയാണ് ആരെ? ഈ അഹ്ല ഖുബായിന്. അപ്പോൾ അതാണ് പറയുന്നത് ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ പ്രശംസിക്കുന്നു. അപ്പോൾ ഫഖാല, അവർ പ്രതികരിച്ചു, ഇന്ന ഞങ്ങൾ നുത്ബിഉൽ ഹിജാറത അൽമ, കല്ലുകൊണ്ട് ഞങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയ കല്ലുകൊണ്ട് ശൗചം ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ തുടർത്തി വെള്ളം ഉപയോഗിക്കുകയും ചെയ്യും എന്ന് അവർ പ്രതികരിച്ചു എന്നാണ്. ഇവിടെ ഈ ഹദീസ് അറിയിക്കണത് എന്താ? കല്ലും
ആദ്യം തുടച്ച് ശൗചം ചെയ്യുക, പിന്നെ വെള്ളം അതിനെ തുടർത്തുക, വെള്ളം ഉപയോഗിച്ച് പിന്നെ കഴുകുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഹദീസ് റവാഹുൽ ബസാർ ബിസനദിൻ ദഈഫായ സനദിലാണ് ബസാർ എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വഅസ്ലുഹു ഫി അബീ ദാവൂദ വത്തിർമുദി അല്ലെങ്കിൽ വത്തുർമുദി, തുർമുദിയുടെ സുനനിലും അബൂദാവൂദിൻ്റെ സുനനിലും ഇതിൻ്റെ അസലുണ്ട്, ഈ സംഭവത്തിൻ്റെ അസലുണ്ട്. അത് തുർമുദിൻ്റെ അബൂദാവൂദിൻ്റെ മാത്രമല്ല, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അസൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ആയത്തുമായി ബന്ധപ്പെട്ട്, ഈ ആയത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട്. പക്ഷേ തുർമുദിയുടെ അബൂദാവൂദിൻ്റെ ഒക്കെ സനദിലുള്ളത്, അതേപോലെ തന്നെ ഇബ്നു ഖുസൈമ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതായിട്ട്. പക്ഷെ അതിലെന്തില്ല, ബിദൂനി ദിക്രിൽ ഹിജാറ, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിട്ട് കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയിട്ട് പിന്നെ വെള്ളം ഉപയോഗിക്കും എന്നുള്ളതില്ല. പിന്നെയോ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുന്നതാണ് അതിലുള്ളത്. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് മലമൂത്ര വിസർജനത്തെ ശുദ്ധീകരിക്കും എന്നാണ് സഹിയായിട്ടുള്ളത്. ആ റിപ്പോർട്ട് സഹിയാണ്. എന്നാൽ വെള്ളത്തിന് മുമ്പ് കല്ലുപയോഗിച്ച് ശൗചം ചെയ്യും എന്നുള്ളത് പറയുന്ന ഈ റിപ്പോർട്ടാണ് എന്ത്, ദുർബലം. അതാണ് ബസാറിൻ്റെ റിവായത്തിൽ വന്നത്. റവാഹുൽ ബസാർ, ബസാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അബൂബക്കർ മുഹമ്മദ് ഇബ്നു അംർ അൽ ബസാറാണ്. അദ്ദേഹത്തിന് മുസ്നദ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമുണ്ട്. അബൂബക്കർ അൽ ബസാർ മുഹമ്മദ് ഇബ്നു അംർ അൽ ബസാർ. അംർ ബിസനദിൻ ദഈഫായ സനദാണ്. ഈ ഹദീസ് ദഈഫാകാൻ കാരണം രണ്ട് റാവിമാരുണ്ട് അതിൽ. ഒന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ്, മറ്റൊന്ന് അബ്ദുള്ള ഇബ്നു ഷബീബ്. അബ്ദുള്ള ഇബ്നു ഷബീബ്. ഈ രണ്ട് റാവിമാരാണ് ഈ ഹദീസ് ദുർബലാകാൻ കാരണം. ബസാറിൻ്റെ അബൂബക്കർ അൽ ബസാർ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ദുർബലാകാൻ കാരണം ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് സുഹ്രിയിൽ നിന്ന്, ഇബ്നു ഷിഹാബിന് സുഹ്രിയിൽ നിന്ന് നിവേദനം ചെയ്തു എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ദുർബലനാണ്, ദഈഫായ റാവിയാണ്. അതേപോലെ തന്നെ അബ്ദുള്ള ഇബ്നു ഷബീബ് എന്ന് പറയുന്ന റാവിയും ഈ ഹദീസിൻ്റെ സനദിൽ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ബസാറിൻ്റെ ഈ ഞങ്ങൾ കല്ലുകൊണ്ട് ശൗചം ചെയ്യും എന്നിട്ട് വെള്ളം ഉപയോഗിക്കുന്ന അറിയുന്ന ആ റിപ്പോർട്ട് തീർത്തും ദുർബലാണ്. അതിൽ ദുർബലാകാനുള്ള കാരണം അതാണ്. ഈ രണ്ട് റാവിമാർ അവർ ദുർബലരാണ്. പിന്നെ ഇബ്നു ഷിഹാബിന് സുഹ്രിയിൽ നിന്ന് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന ദുർബലനായ റാവിയാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു ദുർബലതയുണ്ട്, അയാൾ ഒറ്റപ്പെട്ടു എന്നുള്ള ദുർബലത. പക്ഷേ ഈ ഹദീസിനൊരു അസലുണ്ട്, അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം അറിയിക്കണത് എന്താ, സഹിയായ അടിസ്ഥാനം എന്താ അറിയിക്കണത്? ഇവർ അഹ്ലു ഖുബ, അവർ പിന്നെ മലമൂത്ര വിസർജനത്തിൽ നിന്ന് വെടുപ്പാകുവാൻ അതീവ തൽപരരായിരുന്നു. അവർ പിന്നെ അതിൽ പിന്നെ ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളതാണ്. അത് സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം അബൂദാവൂദിലുണ്ട്. വാസലുഹു ഫി അബീ ദാവൂദ് വത്തുർമുദി, അതേപോലെ ബുഖാരി മുസ്ലിമായിലൊക്കെ ഉണ്ട്. വസഹഹു, ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇമാം ഇബ്നു ഖുസൈമ മിൻ ഹദീസി അബി ഹുറൈറ, അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ. പക്ഷേ പ്രസ്തുത ഹദീസിൽ എന്തില്ല, ബിദൂനി ദിക്രിൽ ഹിജാറ, ഹിജാറത്തിനെ കുറിച്ചുള്ള പരാമർശം കൂടാതെയാണ്, അതില്ലാതെയാണ്. ദൂന പറഞ്ഞാൽ കൂടാതെ, ഇല്ലാതെ. ബിദൂനി ദിക്രി അൽ ഹിജാറ. طيب ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമയാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ ഷാഫിഈ പണ്ഡിതനാണ്. ഇമാം ഷാഫിഈ പണ്ഡിതനാണ്. അബ്ദുള്ള ഇബ്നുൽ മുബാറക്, അതേപോലെ തന്നെ ഇമാം ഷാഫിൻ്റെ ശിഷ്യൻ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യഗണങ്ങളിൽ റബീഅ ഇബ്നു സുലൈമാൻ, അതേപോലെ അൽ മുസനി, ഇവരുടെയൊക്കെ ശിഷ്യന്മാരാണ് ഇബ്നു ഖുസൈമ. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇബ്നു ഖുസൈമൻ്റെ മരണം.
എന്നെ മൂന്നാം നൂറ്റാണ്ടിന് ശേഷം 3-ാം നൂറ്റാണ്ടിലാണ് മരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിൻ്റെ ശിഷ്യൻ, അതേപോലെ റബീഅ ഇബ്നു സുലൈമാൻ, അതേപോലെ അൽ മുസനി, അദ്ദേഹം ഇബ്നു ഖുസൈമ ഷാഫിഈയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖുസൈമൻ്റെ അഖീദയിലുള്ള ഇഅ്തിഖാദിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശരിക്കും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. പിൽക്കാല ഷാഫികൾക്ക് തലവേദനയാണ് ഇദ്ദേഹം. കാരണം പിൽക്കാല ഷാഫിയാക്കളൊക്കെ അശ്വരികളാണ്. അശ്വരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അള്ളാഹു അർഷിന്മേൽ ഇസ്തിവായിലാണ് എന്നുള്ളതല്ല. ആ വിശ്വാസം അവർക്കില്ലല്ലോ, അശ്വരികൾക്കില്ല. ഇബ്നു ഖുസൈമ എന്താ പറഞ്ഞറിയാം? ഇബ്നു ഖുസൈമ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഒലുവിനെ, അള്ളാഹു അർഷിന്മേലാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഒലുവിനെ നിഷേധിക്കുന്നവനെ കൊല്ലണം. കൊന്നിട്ട് അവൻ്റെ ശവം മറമാടാൻ പാടില്ല. പിന്നെയോ വേസ്റ്റ് കൊണ്ടുപോയിട്ടതിൻ്റെ മുകളിൽ കൊണ്ടുപോയിടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വഹുവല്ലദീ ഖദ് ശജ്ജഅ ഇബ്നു ഖുസൈമത ഇദ് സല്ല സൈഫൽ ഹഖ് വൽ ഇർഫാനി ഫഖളാ ബിഖത്ലിൽ മുൻകിരീന ഉലുവഹു മിൻ ബഅദ ഇസ്തിതാബതിഹിം മിനൽ കുഫ്റാനി വബിഅന്നഹും യുൽഖൗന ബഅദൽ ഖത്ലി ഫൗക സബാലത്തിൽ അൻതാനി. ഇബ്നുൽ ഖയ്യിം പറയാണ് ഇബ്നു ഖുസൈമിനെ കുറിച്ച്. അതായത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്ക് ഇബ്നു ഖുസൈമയെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് വഹുവല്ലദീ ഖദ് ശജ്ജഅ ഇബ്നു ഖുസൈമത ഇദ് സല്ല സൈഫൽ ഹഖ് വൽ ഇർഫാനി. ഇബ്നു ഖുസൈമ സത്യത്തിൻ്റെയും അതേപോലെ തന്നെ യാഥാർത്ഥ്യത്തിൻ്റെയും വാളൂരി. എന്നിട്ട് വഖളാ ബിഖത്ലിൽ മുൻകിരീന ഉലുവഹു, അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിക്കുന്നവരെ കൊല്ലണം എന്ന് ഇബ്നു ഖുസൈമ വിധിച്ചു. ബഅദ ഇസ്തിതാബതിഹി മിനൽ കുഫ്രാനി, അവരോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിക്കുന്നവരെ അവിടെ ആദ്യം തൗബ ചെയ്യാൻ പറയണം. അവർ തൗബ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊല്ലണം. എന്നിട്ട് വബിഅന്നഹും യുൽഖൗന, എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ടിടണം ഫൗക സബാലത്തിൽ അൻതാനി, ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിടണം എന്ന് ഇബ്നു ഖുസൈമ ഫത്ത് പറഞ്ഞു എന്നാണ്. ഇബ്നു ഖുസൈമ ഷാഫിഈ പണ്ഡിതനാണ്. പക്ഷേ ഷാഫിയാക്കൾക്ക് ഇബ്നു ഖുസൈമിൻ്റെ അഖീദനോട് വലിയ അലർജിയാണ്. ഏതായാലും ഇബ്നു ഖുസൈമ, അദ്ദേഹം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു ഖുസൈമയാണ്. അഖീദയിൽ പണ്ഡിതനാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഹദീസിൽ നിറഞ്ഞ പണ്ഡിതനാണ്. ഇബ്നു ഖുസൈമ മിൻ ഹദീസ് അബി ഹുറൈറ ബിദൂനി ദിക്രിൽ ഹിജാറ. ഇനി ഇതാണിപ്പോൾ ബാബു ആദാബി ഖദാഇൽ ഹാജ, ഖദാഉൽ ഹാജയുടെ വിഷയത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കുന്നതായ ഹദീസുകൾ. ഇനി നമുക്കൊരു ഹദീസ് ഇതിലുണ്ട്. അത് ബാബുൽ ഗുസ്ൽ വ ഹുക്മുൽ ജുനുബ്. എന്താ ബാബുൽ ഗുസ്ൽ? ഗുസ്ൽ കുളി. ഇഗ്തിസാൽ ഗുസ്ൽ എന്ന് പറഞ്ഞാൽ കുളി. വ ഹുക്മുൽ ജുനുബ്, എന്താ ജുനുബ് എന്ന് പറഞ്ഞാൽ ജനാബത്തുകാരൻ്റെ വിധി. അപ്പോൾ ജനാബത്തുകാരനുള്ള മതവിധി, കുളി, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം. ജനാബത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? വലിയ ശുദ്ധിക്കാരനാണ്. വലിയ ശുദ്ധിക്കാരനാണ് ജനാബത്തുകാരൻ എന്ന് പറയാം. ശരിക്കും ജനബ ഇജ്തനബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഇജ്തനബ പറഞ്ഞ അർത്ഥം? ഇജ്തനബ എന്ന് പറഞ്ഞാൽ അകന്നു എന്നർത്ഥം. ഇജ്തനബ അകന്നു. അതേപോലെ തന്നെ ഇജ്തനബ എന്ന് പറഞ്ഞാൽ ദൂരെയായി അകന്നു എന്നർത്ഥം. ജനാബത്തുകാരന് ഈ ഇജ്തനബ അല്ലെങ്കിൽ ജനബ എന്നുള്ളതിന് പേര് ജുനൂബ് എന്നൊക്കെ വരാൻ കാരണം എന്താ? ജനാബത്തുണ്ടായാൽ ജനാബത്തെ എന്ത് ചെയ്യും? അയാളെ കുറേ കാര്യങ്ങളിൽ നിന്ന് അകറ്റും, കുറേ ഇബാദത്തുകളിൽ നിന്ന് അകറ്റും. ജനാബത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറ്റൂല? വലിയ അശുദ്ധി ഉണ്ടായാൽ എന്താ? നിസ്കരിക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല, മുസഫ് തൊടാൻ പറ്റൂല, പള്ളിയിൽ താമസിക്കാൻ പറ്റൂല. വല ജുനുബൻ ഹത്ത ഇല്ല ആബിരി സബീൽ, കടന്നു പോകാം പക്ഷേ താമസിക്കാൻ പറ്റൂല. അൽ മുഖ്സുഫിൽ മസ്ജിദ്, തവാഫ് പറ്റൂല. കണ്ട, അപ്പോൾ ജനാബത്തുകാരനാകുമ്പോൾ
കുറേ സംഗതികളിൽ നിന്ന് ഇബാദത്തുകളിൽ നിന്ന് ജനാബത്തുകാരൻ അകലും. അതുകൊണ്ടാണ് എന്ത് പേരിട്ടത്? ജുനുബ് എന്ന് പേരിട്ടത്. അത് ഓർമ്മിപ്പിക്കാൻ. അപ്പോൾ ജനാബത്തുകാരൻ്റെ ഹുക്കും, മതവിധിയും ഗുസ്ൽ, കുളിയും, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അതിൽ ഒരു ഹദീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൽ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ അതിൽ ഒരു ഹദീസ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കാം. അൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അൻ അബി സഈദിനിൽ ഖുദ്രി قال قال رسول الله صلى الله عليه وسلم الماء من الماء رواه مسلم وأصله في البخاري. عن أبي سعيد الخدري, അബൂ സഈദിനിൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം, റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അബൂ സഈദിനിൽ ഖുദ്രി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മാഉ മിനൽ മാ, അൽ മാഉ വെള്ളം, മിനൽ മാ വെള്ളത്തിൽ നിന്നാവുന്നു അല്ല, അൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചുള്ള കുളി, വെള്ളം ഉപയോഗിച്ചുള്ള കുളി, അതാണ് അൽ മാ. മിനൽ മാ മനിയാകുന്ന മാ പുറപ്പെട്ടത് കാരണത്താലാകുന്നു, പുറപ്പെടുന്നത് കാരണത്താലാകുന്നു. ഈ മിൻ എന്നുള്ളത് തഅലീലിൻ്റെ മിന്നാണ്. തഅലീലിൻ്റെ മിൻ എന്ന് പറഞ്ഞാൽ, തഅലീൽ എന്ന് പറഞ്ഞാൽ സബബ്, കാരണം എന്നർത്ഥം യോജിപ്പിക്കും. അവിടെ ഇരിക്കുന്നവർക്ക് കാണുന്നുണ്ടാ? ഇവിടെ കാണുന്നുണ്ടാ? നിങ്ങൾക്ക് കാണുന്നുണ്ടാ? അല്ലെങ്കിൽ അവിടെ വേടണ്ട്? തൈ അൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചുള്ള കുളി. മിനൽ മാ എപ്പോഴാ? മനീയാകുന്ന, ഇന്ദ്രിയമാകുന്ന, ബീജമാകുന്ന വെള്ളം അത് സ്ഖലിച്ചത് കാരണത്താലാകുന്നു, സ്ഖലിച്ചതിനാലാകുന്നു. അവിടെ ഈ മാവും രണ്ടും വേറെയാണ്. ഈ മാ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ മാ എന്താ? ഈ മാ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാവിനെ കുറിച്ച്. എവിടെ പറഞ്ഞേ? ബീജത്തിന് അള്ളാഹു മാ എന്ന് പറഞ്ഞു. എവിടെ? സൂറത്തു താരിഖിൽ പറഞ്ഞില്ലേ, യഖ്റുജു മിൻ ബൈനി സുൽബി അല്ല, അതിന് മുമ്പ് ഫലിയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, സ്ഖലിച്ച് വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ മാ ആണ് ഈ മാ. അപ്പം ഈ മാ അത് സ്ഖലിച്ചാൽ അത് കാരണത്താലാകുന്നു ഈ മാ കൊണ്ടുള്ള കുളി. അതാണ് പറയുന്നത്. റവാഹു മുസ്ലിം വാസ്ലഹു ഫിൽ ബുഖാരി. ഇവിടെ അൻ അബി സഈദിനിൽ ഖുദ്രി, അബൂ സഈദ് നമുക്ക് ആദ്യം വരുന്ന റാവിയാണ് അല്ലേ. അബൂ സഈദിനിൽ ഖുദ്രി, അബൂ സഈദിനിൽ ഖുദ്രി അദ്ദേഹത്തിൻ്റെ പേര് സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ്. സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അൽ ഖസ്റജി അൽ അൻസാരി. അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരനാണ്. സഅദ് ഇബ്നു മാലിക്. സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ, ഇബ്നു സിനാൻ, വല്യാപ്പാൻ്റെ പേരാണ് സിനാൻ. സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ. അദ്ദേഹം ഖസ്റജിയാണ്, അദ്ദേഹം അൻസാരിയാണ്. അൽ ഖസ്റജി അൽ അൻസാരി. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ സഈദ്, അബൂ സഈദ് അൽ ഖുദ്രി. ഖുദ്ര എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേരാണെന്ന് ചില റിപ്പോർട്ടുകൾ കാണാം. ഖുദ്ര, ചരിത്രത്തിൽ കാണാം. ഖുദ്ര എന്ന ഉമ്മയിലേക്ക് ചേർത്തിട്ടാണ് ഖുദ്രി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ എന്താ പറയേണ്ടിയിരുന്നത്? അബൂ സഈദ് എന്താ പറയാ? അബൂ സഈദ് ഉൽ ഖസ്റജി അൽ അൻസാരി, അങ്ങനെ പറയാം. കാരണം അദ്ദേഹം ഖസ്റജ് ഗോത്രക്കാരനാണ്, അൻസാരിയാണ്. പക്ഷെ അത് പറയാതെ ഖുദ്രി എന്ന് പറഞ്ഞത് ഉമ്മയിലേക്കുള്ള നിസ്ബയാണ് എന്നാണ്. ഖുദ്ര എന്നാണ് ഉമ്മാൻ്റെ പേര്, അതിലേക്ക് നിസ്ബയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. അബൂ സഈദിനിൽ ഖുദ്രി സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പ മാലിക് ഇബ്നു സിനാൻ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദിൽ അദ്ദേഹം ഷഹീദാണ്, മാലിക് ഇബ്നു സിനാൻ. ഉഹദിൽക്ക് വാപ്പ പോകുമ്പോൾ ഈ മകനെ കൂട്ടിയിട്ടാണ് പോണത്. ഏതാ മകൻ? അബൂ സഈദ് അൽ ഖുദ്രി, സഅദ് ഇബ്നു മാലിക് മകനെ കൂട്ടിയിട്ടാണ്. അന്ന് അബൂ സഈദ് അൽ ഖുദ്രിക്ക് ഉണ്ടല്ലോ, ഈ സഅദിന് 13 വയസ്സാണ്.
അപ്പോൾ പിന്നെ വാപ്പാക്ക് മകനെയും കൂടി പങ്കെടുപ്പിക്കണം ഉഹദിൽ. പക്ഷെ വയസ്സ് 13 ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വാപ്പ പറയുന്നുണ്ട്, പിന്നെ റസൂലുള്ള പ്രായപൂർത്തിയാകാത്തവരൊക്കെ മടക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാപ്പ പറയുന്നുണ്ട്, റസൂല എൻ്റെ കുട്ടി ഭയങ്കര നബീലാണ്, ഭയങ്കര നിപുണനും കഴിവുറ്റവനാണ്. എന്നിട്ട് മകനോട് ഇങ്ങനെ ചാടാൻ പറയണം ഇങ്ങനെ, അതായത് വലിയതാണെന്ന് തോന്നിപ്പിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ അബൂ സഈദ് പറയാം, ഞാൻ ഇങ്ങനെ ഏന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് റസൂലുള്ള ഞാൻ ഉയരമുള്ള ആളാണെന്ന് അറിയട്ടെ എന്നുള്ള. പക്ഷേ റസൂലുള്ള എന്നെ ഉഹദിൽ നിന്ന് മടക്കി, റസൂലുള്ള മടക്കി. അങ്ങനെ അബൂ സഈദ് അൽ ഖുദ്രി ആദ്യമായി പങ്കെടുക്കുന്നത് ഖന്തക്കിലാണ്. പിന്നെ ബൈഅത്ത് റിദ്വാനിലൊക്കെ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് വലിയ സേവനങ്ങളാണുള്ളത്. അദ്ദേഹം മദീനയിലെ പിന്നെ പണ്ഡിതനാണ്, ഫഖീഹാണ് അബൂ സഈദ് അൽ ഖുദ്രി. ഹിജ്റയുടെ 63 അബൂ സഈദ് അൽ ഖുദ്രി മരണപ്പെടുന്നത് മദീനയിൽ വെച്ച്. ഹിജ്റയുടെ 63 മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജനാസ മദീനയിൽ തന്നെയാണ് സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. റളിയല്ലാഹു അൻഹു. വാപ്പ ഉഹദിൽ ഷഹീദായി. തയ്യിബ് അൻ അബീ സഈദ് അൽ ഖുദ്രി, അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം റളിയല്ലാഹു അൻഹു. ഖാല, അബൂ സഈദ് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അൽ മാഉ മിനൽ മാഇ, വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ നിർബന്ധമാകുന്നത് ബീജമാകുന്ന വെള്ളം അത് സ്ഖലിക്കുമ്പോഴാണ്. അത് സ്ഖലിക്കുന്നത് നിമിത്തമാണ്, കാരണമാണ്. അതാണ് മിൻ തഅലീലി, അൽ മാഉ മിനൽ മാ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ അസ്ലുഹു ഫിൽ ബുഖാരി, ഇതിൻ്റെ അസ്ല് ബുഖാരിയിലുണ്ട്. മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇന്നമൽ മാഉ മിനൽ മാഇ എന്നാണ്. ഇന്നമൽ മാഉ മിനൽ മാ. അപ്പോൾ എന്തായിരിക്കും അർത്ഥം? തീർച്ചയായും വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? മിനൽ മാ, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ ഒരു വിഷയം, ഈ ഹദീസിൻ്റെ മൻതൂഖും ഇനി നമുക്ക് പറയാൻ പോകുന്ന 1-2 ഹദീസുകളുടെ മഫ്ഹൂമും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ മൻതൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബീജസ്ഖലനം ഉണ്ടായാലാണ് എന്ത്? കുളി എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബീജസ്ഖലനം ഇല്ലെങ്കിൽ കുളിക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ മൻതൂഖ്. ഇങ്ങനെ വളഞ്ഞു മൂക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മനസ്സിലാക്കുന്നത്. സ്ഖലനം ഉണ്ടായാൽ കുളിക്കണം. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാ? ഉറങ്ങേണ്ട വിഷയമല്ല. പിന്നെ സ്ഖലനം ഉണ്ടായാലാണ് കുളിക്കേണ്ടത്. അതാണ് മഫ്ഹൂം. സ്ഖലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തില്ല? കുളിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ മൻതൂക്കാണ്. മഫ്ഹൂം സ്ഖലനം ഉണ്ടായാൽ കുളിക്കണം എന്നാണ്. പക്ഷേ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഖിതാനും കൂട്ടുമുട്ടിയാൽ, നമുക്ക് അടുത്തതിൽ വരും, അല്ലെങ്കിൽ ഒരാൾ തൻ്റെ ഭാര്യയുടെ പിന്നെ കൈകാലുകളിൽക്കിടയിലിരിക്കുകയും അവളെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായി എന്നാണ്. അത് സ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി. അപ്പോൾ ആ ഹദീസിൻ്റെ മഫ്ഹൂം എന്താ? സ്ഖലിച്ചിട്ടില്ലെങ്കിൽ കുളിക്കണ്ടെന്നാണ്. ഇതിൻ്റെ മൻതൂക്ക് എന്താ? സ്ഖലിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിലും കുളിക്കണം എന്നാണ്. ഇത് കുളിക്കണം എന്നാണ്, അതിൽ കുളിക്കണം എന്നാണ്, ഇതിൽ കുളിക്കണ്ടെന്നാണ് വരുന്നത്. അപ്പോൾ എതിരാവൂലേ? അപ്പോൾ അതിൽ പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണം, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഹദീസിൻ്റെ വിധിയെ മറ്റേ ഹദീസ് ദുർബലപ്പെടുത്തി. ഈ ഹദീസിൻ്റെ ഹുക്കുമിനെ, ഇനി പറയാൻ പോണ ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, ഇന്നത്തെ അടുത്ത ഹദീസ് നമുക്ക് അതാണ്, അത് ദുർബലപ്പെടുത്തി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ ഭാര്യനെ ക്ലേശിപ്പിച്ചു, പിന്നെ ലൈംഗിക അവയവങ്ങൾ കണ്ടുമുട്ടി, ഇന്ദ്രിയസ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും എന്താണ്? കുളി നിർബന്ധമാണ്. ആ വിധി എന്ത് ചെയ്തു? ഈ ഹദീസിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തി. അപ്പോൾ ഇതുകൊണ്ട് അമലെടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് അമലെടുക്കേണ്ടത്? മറ്റേ ഹദീസ് കൊണ്ടാണ്. അതാണ് ഇതിൽ പിന്നെ മനസ്സിലാക്കാനുള്ളൊരു വിഷയം. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് അത് ഇനി അടുത്ത ഹദീസിൽ വരും. ഇവിടെ അൽ മാഉ, വെള്ളം ഉപയോഗിച്ചുള്ള കുളി നിർബന്ധമാകുന്നത് മിനൽ മാഇ, സ്ഖലനം സംഭവിച്ചാൽ അത് നിമിത്താണ്. എന്താ ഡോക്ടറെ പിന്നെ ഇത് ഇപ്പോൾ നോക്കി നിങ്ങൾ, നമ്മൾ പിന്നെ മൂത്രം നജസല്ലേ?
മൂത്രം നജസാണ്. മനീ നജസാണോ? മനീ നജസല്ല. മൂത്രം വരണ വഴിയും മനീ വരണ വഴിയും ഒന്നാണ് അല്ലേ? ഒരേപോലെയാണ് വരുന്നത്. പക്ഷേ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമല്ല. പറയുമ്പോൾ അത് നജസ്സാണ് വിസർജിക്കുന്നത്. ഇത് നജസ്സല്ല വിസർജിക്കുന്നത്, എന്നിട്ടും കുളി നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഒരേ വഴിയിൽ നിന്ന് ഒരേ ഭാഗത്തിലൂടെയാണ് പുറത്ത് വരുന്നത്. ഒന്ന് നജസ്സാണ്, ഒന്ന് നജസ്സല്ല. പക്ഷെ നജസ് വന്നാൽ കുളിക്ക് നിർബന്ധമല്ല. പക്ഷെ നജസ് അല്ലാത്ത വന്നാൽ കുളി നിർബന്ധമാണ്. നമ്മൾ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചില വിഷയങ്ങൾ വായിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉഷാറ് കൂടുക ചെയ്യാം അല്ലേ? ഇത് പോകുവോളം ഭയങ്കര പ്രയാസമാണ്. മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷായി ഉഷാറായി. അതേസമയം ഇന്ദ്രിയം സ്ഖലിച്ചാൽ നമ്മൾ ക്ഷീണിക്കും, തളരും, അലസരാകും. പിന്നെ മൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജ്യമാണ്. തിന്നതിൻ്റെ കുടിച്ചതിൻ്റെ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, പുറത്തു പോണത്. മനസ്സിലായി? അതിന് ചില നിർണിത പോയിൻ്റ് ആയിട്ടാണ് ശരീരത്തിൽ ബന്ധം. എന്നാൽ ബീജം അങ്ങനെയല്ല. ശരീരം അതെന്ത് ചെയ്യുന്നത്, മൊത്തത്തെ ബാധിക്കുന്നുണ്ട് അല്ലേ? കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഭാഗമാക്കാറുണ്ട് ഇതിൽ. അത് കാരണത്താൽ തന്നെ സ്ഖലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ക്ഷീണിച്ച് തളർന്ന് അലസത ആയി. അതുകൊണ്ട് അതിനെ പോക്കാൻ, ആ തളർച്ച പോക്കാൻ, ഉഷാറ് വീണ്ടെടുക്കാൻ കുളിയാണ് ഏറ്റവും കരണീയം എന്നാണ് ഞാൻ ചില ഇതിൽ വായിച്ചത് അല്ലേ? അത് ഏതായാലും നമ്മളിപ്പോൾ അതിൻ്റെ പൊരുൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്തിന് നമ്മളോട് ഇത് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മാഉ മിനൽ മാഇ റവാഹു മുസ്ലിമുൻ വ അസ്ലുഹു ഫിൽ ബുഖാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.